നമസ്കാരം മക്കളെ, ഇതൊരു സ്പെഷ്യൽ പുളിയിഞ്ചിയാണ്. ഈ ഓണത്തിന് ഈ പുളിയിഞ്ചി ആയിക്കോട്ടെ, എരിവും പുളിയും മധുരവും ഒത്തിണങ്ങിയ ഒരു പുളിയിഞ്ചി. വളരെ ടേസ്റ്റാണ്. ഇതിനകത്ത് കിടക്കുന്ന ഇഞ്ചി നമുക്ക് കടിക്കാൻ കിട്ടത്തക്ക രീതിയിൽ, രുചികരമായ രീതിയിൽ പ്രത്യേക ചേരുവ ഉപയോഗിച്ച് തയ്യാറാക്കിയിരിക്കുകയാണ്. കേടുകൂടാതെ നമുക്ക് 28 ഓണം വരെ ഇത് ഉപയോഗിക്കാം. അത്രയ്ക്ക് രുചികരമായ രീതിയിൽ സ്പെഷ്യൽ ചേരുവകളൊക്കെ ചേർത്താണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇതിനായിട്ടൊരു 250 ഗ്രാം കണക്കാക്കി നല്ല കട്ടിയുള്ള നല്ല ഇഞ്ചിയാണ്. ചിലതൊക്കെ ഇങ്ങനെ കൂടുതലുള്ളതാണ്. ഇത് അധികം വെള്ളമില്ലാത്ത നല്ല കട്ടിയുള്ള ഇഞ്ചിയാണ്. ഇതിന് നമുക്കെല്ലാം തൊലി കളഞ്ഞെല്ലാം കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ കട്ട് ചെയ്യുന്നത് കഷ്ണങ്ങളായിട്ടാണ്, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട്. അതിന് നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് ഇതേ രീതിയിൽ നമ്മൾ നീളത്തിലിങ്ങനെ ഇതേ രീതിയിൽ ചെറിയ ചെറിയ സ്ലൈസസ് ആയിട്ട് നമ്മൾ അരിയണം. എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് വീണ്ടും നമ്മൾ നീളത്തിൽ അരിയുകയാണ്. അപ്പോൾ ഈ പുളി ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് നമ്മളിങ്ങനെ ചെറിയ നീളത്തിൽ ഇത് അരിഞ്ഞ് ഇങ്ങനെ ഒത്തുപിടിച്ച് വീണ്ടും ഇങ്ങനെയോ അല്ലെങ്കിൽ നമ്മൾ കൈ വെച്ചോ അരിഞ്ഞെടുക്കാം. അപ്പോൾ ഈ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ചോപ്പറിൽ ഇട്ടോ മിക്സിക്കകത്തിട്ട് ക്രഷ് ചെയ്താൽ ഈ ഒരു ഫീല് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ എരിവും കണ്ടില്ലേ, ഇതേ രീതിയിൽ നമ്മൾ എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇങ്ങനെ നമ്മൾ കൈ കൊണ്ടോ നമുക്കിങ്ങനെ നീളത്തിൽ ഇങ്ങനെ കീറി കൈ കൊണ്ടായാലും നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ എരിവും പുളിയും നമ്മുടെ ശർക്കരയുടെ കളറും മുളകിൻ്റെ കളറും കണ്ടില്ലേ, കളറും എല്ലാം കൂടി ഇതിനകത്ത് ചേർന്ന് പിടിച്ച് ഇത് നല്ലത് ക്രിസ്പി ആയിട്ട് മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്കിത് കടിച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഒരു തുള്ളി ആയാലും കൂടുതലായാലും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൽ ചേർക്കാനായിട്ട് ഒരു 100 ഗ്രാമോളം കണക്കാക്കി ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് നമ്മൾ പച്ചമുളകാണ് ചേർക്കുന്നത്. ഇതിനകത്ത് ഒരു 150 ഗ്രാമോളം പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് ചെറിയ ചെറിയ സ്ലൈസസ് ആയിട്ട് നമ്മുടെ ചെറിയ ഉള്ളിയും കട്ട് ചെയ്യുന്നുണ്ട്. പച്ചമുളകും ഇതേ രീതിയിൽ വട്ടത്തിൽ നമ്മൾ ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമ്മുടെ പച്ചമുളകും കട്ട് ചെയ്തുണ്ട്. അപ്പോൾ ഇത് എടുത്ത് കാണിക്കുന്ന അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ. പിന്നെ നമ്മളിതിൽ ചേർക്കാനായിട്ട് ഒരു 150 ഗ്രാം കണക്കാക്കി പിഴുപുളിയും അതിലേക്കാനായിട്ട് ചൂടുവെള്ളം വേണേൽ ഒഴിച്ച് വെക്കാം. ചൂടുവെള്ളം ഒഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്കിത് ലൂസാക്കി വെക്കാം. പിന്നെ ഒരു 250 ഗ്രാം തന്നെ കണക്കാക്കി ശർക്കര എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ അരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ആവശ്യത്തിനേ ചേർക്കുള്ളൂ. അപ്പോൾ ഇതിനെ പൊട്ടിച്ചിട്ട് നമുക്കിതൊന്ന് വെള്ളത്തിലിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. എന്നെങ്കിൽ ഇതിനകത്ത് കരടുമൊക്കെ കാണുമല്ലോ, അത് പോകാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ഉരുക്കിയെടുക്കാം. നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. നമുക്കിനി നമ്മുടെ ചീനിച്ചട്ടി അടുപ്പയിൽ വെച്ചു. നമ്മൾ നല്ലെണ്ണയ്ക്കകത്താണ് ഇത് തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കേടുകൂടാതെ എത്ര നാൾ വേണമെങ്കിലും ഇത് നമുക്ക് സൂക്ഷിച്ച് വെച്ചിരുന്ന് ഉപയോഗിക്കാം. കണ്ടില്ലേ, ഞാനൊരു 100-150 ഗ്രാമോളം എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് നല്ല കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഇഞ്ചി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഇത്ര എണ്ണയാകുമ്പോൾ നന്നായിട്ട് മൂത്ത് മൊരിഞ്ഞ് വരും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പച്ച കടിക്കത്തില്ല. ഇതിനകത്ത് പച്ച കടിക്കുവാണെങ്കിൽ ഇതിരുന്നാൽ നമുക്കിതിനകത്ത് പൂപ്പല് വരും. അപ്പോൾ പച്ച കടിക്കാത്ത രീതിയിൽ ഇതേ രീതിയിൽ നല്ല രീതിയിലൊക്കെ നമ്മുടെ എണ്ണയ്ക്കകത്തുനിന്ന് മൂത്ത് കിട്ടിക്കഴിയുമ്പോൾ നമുക്കിത് ചീത്തയാവുകയില്ല കേട്ടോ. എത്ര നാൾ വേണമെങ്കിൽ നമുക്ക് വിദേശത്ത് ജോലിയുള്ളവർക്കൊക്കെ ആയാലും കൊടുത്തു വിടാനും ഒക്കെ നല്ലതാണ് ഇങ്ങനെ നമ്മൾ തയ്യാറാക്കിയാൽ. പ്രത്യേകിച്ച് നല്ലെണ്ണയിൽ തയ്യാറാക്കുമ്പോൾ ഒരിക്കലും ഇത് കേടാകില്ല. കണ്ടില്ലേ, ഇത് പെട്ടെന്ന് നമുക്ക് പെട്ടെന്നല്ല കുറേ സമയം എടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നല്ല കരിയാത്ത രീതിയിൽ നമ്മൾ കൈവിടാതെ ഇളക്കി നല്ല കരിയാത്ത എല്ലാം നല്ല മൂത്ത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കറിവേപ്പില മൂത്ത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി കോരിയെടുക്കാം കേട്ടോ. ഇതെല്ലാം കോരി എടുത്തിട്ടുണ്ട്. നമുക്കിനി തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ 1 ടീസ്പൂൺ കടുകിട്ടു, 5-6 വറ്റൽമുളക് ഇട്ട്, ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് നമ്മളിനി നമ്മുടെ ചെറിയ ഉള്ളി വട്ടം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിട്ട് നല്ല ക്രിസ്പിയായിട്ട് മൂപ്പിക്കണം. അപ്പോൾ ഇത് പകുതി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ പച്ചമുളകോട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ പച്ചമുളകും ചെറിയ ഉള്ളിയും ഇതിനകത്ത് നല്ല ക്രിസ്പിയായിട്ട് മൂത്ത് നല്ല ക്രഞ്ചി ആവണം കേട്ടോ. അന്നേരം വെള്ളമായ എല്ലാം പോയി കഴിയുമ്പോൾ നമുക്ക് ഒരിക്കലും കേടാവില്ല ഉള്ളി ചേർത്താലൊന്നും. അപ്പം ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നതിൻ്റെ ഒരു പ്രത്യേക ഇതാണ് നമ്മുടെ ഈ ഉള്ളി ചേർക്കുന്നത് കേട്ടോ. ടേസ്റ്റ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഉള്ളി ചേർക്കുന്നത്. പിന്നെ നമുക്ക് കഴിക്കുമ്പോൾ ഒന്ന് തടഞ്ഞൊന്ന് കടിക്കാനും കിട്ടും. അപ്പം ഇങ്ങനെ ചേർത്താൽ നല്ലതാണ് കേട്ടോ. ഒരിക്കലും ഇത് കേടാവത്തുള്ളൂ, ഒരിക്കലും ഇല്ല. നമ്മൾ കുറച്ച് ദിവസം വെച്ചിട്ട് നല്ലത് കേടാവില്ല. അപ്പോൾ നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് നമ്മുടെ പച്ചമുളകും നമ്മുടെ ചെറിയ ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ.
ഈ സമയത്ത് നമുക്ക് ടേസ്റ്റ് കൂട്ടാൻ ഒരു 1/4 ടീസ്പൂൺ കായം ചേർക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് മണം കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇതെല്ലാം മൂത്രത്തിന് ഇതിലേക്ക് നമ്മളിനി ഉരുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പുളി, നമ്മുടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനൊരു 200 ml ഒഴിച്ചു കൊടുക്കുന്നത്, കാരണം ഇത് പുളി നന്നായിട്ട് വേവണം. അങ്ങനെയാണ് ഇതിൻ്റെ ഈ കറിയുടെ രീതി. ഈ സമയത്ത് നമ്മൾ ഈ മുളകൊന്നും നമ്മൾ എണ്ണയ്ക്കകത്ത് മൂപ്പിക്കുന്നില്ല. 1 ടീസ്പൂൺ മുളകും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് കളറ് കിട്ടാനും നമ്മൾ എരിവിനായിട്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് കൂട്ടി ഇളക്കി ഇത് തിളച്ച് നമ്മുടെ ഈ പുളി വേവണം കേട്ടോ. അങ്ങനെയാണ് പറയുന്നത്, പുളി വേവണം. പുളി വെന്താലേ അതിന് ഒരു ടേസ്റ്റും ഒക്കെ കിട്ടുള്ളൂ, കുറുകി വരണ്ട. ഈ സമയത്ത് നമ്മൾ നമ്മുടെ ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ വെള്ളം ഒഴിച്ച് കുറുകി വെന്ത് പറ്റി കുറുകി വരണം. ഇതാണ് ഈ കറിയുടെ പ്രത്യേകത. അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മളിത് കൂട്ടി ഇളക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് തിളപ്പിച്ചൊന്ന് പകുതി കുറുക്കി വന്നു കഴിയുമ്പോൾ നമ്മുടെ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ആ കറിവേപ്പിലയും നമ്മുടെ ഇഞ്ചി ഉണ്ടല്ലോ, അപ്പോൾ ആ കറിവേപ്പിലയെല്ലാം നമുക്കൊന്ന് പൊടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ ആ കറിവേപ്പില പൊടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇഞ്ചി പൊടിയത്തില്ല കേട്ടോ, ഇഞ്ചി നല്ല മൂത്ത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, അത് പൊടിയത്തില്ല. നമ്മൾ ആ കറിവേപ്പില മാത്രമേ പൊടിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഇത് ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കണ്ടില്ലേ വറ്റിയിട്ടുണ്ട്, നമുക്ക് പകുതി വറ്റി. ഇനി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇതിനകത്തെ എരിവും പുളിയും മധുരവും എല്ലാം നമ്മുടെ ഈ ഇഞ്ചിക്കകത്ത് പിടിക്കണം. എന്നിട്ട് ഇത് കുറുകി പറ്റി വരുമ്പോഴത്തേനും എല്ലാം പിടിച്ച് കണ്ടില്ലേ, എല്ലാം നന്നായിട്ട് കുറുകി പകുതി മുക്കാലോളം വറ്റി ഇവിടെ വന്നിട്ടുണ്ട് കണ്ടില്ലേ. ഇപ്പം തന്നെ നല്ല മണവും നല്ല ടേസ്റ്റുമാണ്. ഇതിനകത്ത് ഞാൻ ഒരു 1/2 ടീസ്പൂൺ പൊടിച്ച ഉലുവാപ്പൊടിയും ചേർത്തായിരുന്നു കേട്ടോ, അത് കാണിക്കാൻ മിസ്സായിപ്പോയി. പിന്നെ നമ്മൾ കുറച്ച് 1/4 ടീസ്പൂൺ കായവും കൂടെ ചേർത്തായിരുന്നു. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം പാകത്തിന് നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇനി ഒന്നുകൂടെ കുറുകി വറ്റി വരണം. അതാണ് ഈ കറിയുടെ പ്രത്യേകത. വെട്ടി വരുമ്പോൾ നമ്മുടെ എണ്ണ അങ്ങ് തെളിഞ്ഞു വരും കേട്ടോ. എണ്ണ കുറച്ച് നമ്മളിങ്ങനെ മാറ്റിയെടുക്കും. കണ്ടില്ലേ, കുറുകി വറ്റി. ഇനി ഒന്നുകൂടെ അങ്ങ് കറക്കും. നല്ല കറുത്ത പിഴുപുളി ആയിരുന്നെങ്കിൽ ഒന്നുകൂടെ കറുത്തരാണ്ടില്ല. എന്നിട്ടും കുറേ പറ്റി വന്നപ്പോൾ അത് നന്നായിട്ട് കറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുളക് പൊടി നേരത്തെ മൂപ്പിച്ചാൽ അതങ്ങ് കരിഞ്ഞു പോകും, അതുകൊണ്ടാണ് നേരത്തെ മൂപ്പിക്കാഞ്ഞത്. നമ്മളിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി. കണ്ടില്ലേ മക്കളെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ചെയ്ത് നോക്കാം പുളി ഇഞ്ചി. അപ്പോൾ ഒരു തവണയെങ്കിലും ഉണ്ടാക്കിയാൽ പിന്നെ വീണ്ടും നമ്മൾ ഉണ്ടാക്കും. ചോറ് കഴിക്കാനായിട്ട് ഇതിൻ്റെ ഒരു തുള്ളി ചാറ് മതി. കണ്ടില്ലേ, അതിനകത്ത് നമ്മുടെ ഇഞ്ചി കിടക്കുന്നത് കണ്ടില്ലേ, അത് കടിച്ച് നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് മക്കളെ. അപ്പോൾ ഇത് കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ, നമ്മുടെ ആവശ്യത്തിന് ഉണ്ടാക്കാം. ഞാൻ ഈ നമ്മൾ ഉണ്ടാക്കുന്നതിനുള്ള പാകത്തിലുള്ള കറക്റ്റ് ചേരുവകളൊക്കെ ചേർത്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് നമ്മൾ പുളി ചേർക്കാം, ആവശ്യത്തിന് മധുരം ചേർക്കാം. അപ്പോൾ എല്ലാം പാകത്തിന് ചെയ്യുക. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഹൈപ്പ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതും ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ കൊണ്ട് ഇനാമിൾ ചെയ്യണം. അപ്പം അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ മക്കളെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കല്ലേ മക്കളെ. അപ്പം ശരി.